മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 120 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു,
എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. ഇന്ന് ദുബായ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഞങ്ങൾ രുചിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ആ ദിവ്യ സ്നേഹം നിങ്ങളിലേക്കും നിറയപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിനോ. ദുബായിൽ 7 വർഷമായി ജോലി ചെയ്യുന്നു. ജീവിത പങ്കാളിയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. നാട്ടിൽ കോട്ടയം സ്ഥലം. എൻ്റെ പേര് ജീവൻ. ദുബായിൽ 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യയും 2 കുട്ടികളുമാണ് ഉള്ളത്. നാട്ടിൽ തൃശ്ശൂരാണ് വീട്. എൻ്റെ പേര് എവിൻ ഇമ്മാനുവൽ. ഞാൻ ദുബായിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. എൻ്റെ സ്ഥലം പള്ളിത്തോട് ചെല്ലാനം. വീട്ടിലെ അപ്പച്ചൻ, അമ്മച്ചി, 2 അനിയന്മാർ. എവിന് ദുബായിൽ ആദ്യമായി ജോലിക്ക് വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടതായിട്ട് എനിക്കറിയാം. ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ എവിൻ കടന്നു പോയപ്പോൾ ഈശോ എങ്ങനെയാണ് എവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്? അതെ, ഞാൻ ദുബായിൽ വന്നത് വിസിറ്റിംഗ് വിസയിലാണ് വന്നത്. ഞാൻ അത് കഴിഞ്ഞൊരു എല്ലാ സ്ഥലത്തും CV കൊടുക്കുകയും ജോലി അന്വേഷിക്കുകയും ചെയ്തു. ഒന്നും നടന്നില്ല. പിന്നീട് എൻ്റെ ആൻറ്റി വഴി ഞാൻ ദുബായിൽ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടു. അവിടെ നിന്ന് എന്നൊരു ചേച്ചി വിളിക്കുകയും അവരിങ്ങനെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒരു രക്ഷയില്ല. അവസാനമാണ് ഞാൻ പെന്തക്കോസ്ത എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ പറ്റി അറിയാനിടയായത്. അത് ഈ ചേച്ചി എന്നെ വിളിക്കുകയത്, ഇന്ന ഡേറ്റിന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, പോകണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും മുടങ്ങാതെയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ജോലി ശരിയാവുമെന്ന്. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് പോയി. 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ആക്ച്വലി ഒരു ദിവസം പോകണമെന്നും പറഞ്ഞ് പോയതാണ്. 3 ദിവസം ഞാൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഹോസ്പിറ്റലിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു CV. അപ്പം അന്നൊന്നും അവരെന്നെ ഒന്നും വിളിച്ചൊന്നുമില്ല. അപ്പോൾ എന്നെ അവർ എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവർ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഞാൻ സെലക്ട് ആകുകയും ഞാൻ വളരെ പേടിച്ച് എനിക്ക് ഇരുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ വിസ തീരും, എന്നിട്ട് എൻ്റെ ഗ്രേസ് പീരീഡിൽ 10 ദിവസം ഉള്ള ഗ്രേസ് പീരീഡിൽ 31 ലാസ്റ്റാണ് എൻ്റെ 30-ാം തീയതിയാണ് എൻ്റെ വിസ അടിച്ചത്. ശരിക്കും അപ്പോൾ അതെനിക്ക് ശരിക്കും അതെ എനിക്ക് ഭയങ്കര ഇതൊരായിരുന്നു. ഏശയ്യാ 59:1 രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന തിരുവെഴുത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. ഞാൻ ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഈ ജോലിക്ക് വേണ്ടിയിട്ട്. നല്ല ചൂടും കാലാവസ്ഥ നമുക്ക് ഒരിക്കലും അനുയോജ്യമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേക്കുക. അങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ചതിൻ്റെയും ഈ പെന്തക്കോസ്ത പരിപാടി പ്രോഗ്രാം കഴിഞ്ഞു അവരും എന്നെ കൂടുതലും നല്ലപോലെ എല്ലാവരും ഞാൻ ആ ഫസ്റ്റ് ടൈം എൻ്റെ അകത്തൊരു വലിയൊരു ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ എല്ലാവരെയും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒത്തിരി പേര്, ജീവൻ, ഇപ്പം നമുക്ക് എല്ലാവരും തമ്മിൽ അറിയാം. അന്നൊന്നും നിങ്ങളെയൊന്നും അറിയുന്നില്ല. അപ്പം നമ്മളെ ഒത്തിരി പേര് നല്ലപോലെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. എന്നുവെച്ചാൽ എനിക്ക് അതൊരു വലിയൊരു ആ വചനം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ച പോലെയാണ് എനിക്കത് തോന്നുന്നത്. ആദ്യം പെന്തക്കോസ്തൊക്കെ പോയതുപോലെ ഇപ്പോൾ 2ാമത് അലയിൽ വെച്ച് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞത് റാസൽ കൈമിൽ വെച്ചാണ്. അലയിൽ വെച്ചുള്ള പ്രോഗ്രാം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെ എനിക്കൊരു അതിനേക്കാളും നല്ലൊരു ഒരു ജോലി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനതിനെ ദൈവത്തിനെ മാറ്റപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾക്ക് അതിനായിട്ടുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് തരും. പ്രത്യേകിച്ച് നമുക്കൊരു ജോലി, നല്ലൊരു സെക്ടറിൽ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ ജെറമിയ 29:11 പറയുന്ന പോലെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഞാനത് പിന്നെയും 2ാമത്തെ പെന്തക്കോസ്ത കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കൂടിയതിനേക്കാളും വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് എനിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എവിൻ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ പെന്തക്കോസ്ത പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിലൂടെ നാം എല്ലാം കടന്നു പോയപ്പോൾ നമ്മുടെ ജീവിതത്തിലും വളരെയധികം അനുഗ്രഹങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട്. വചനം പറയുന്നത് പോലെ തന്നെ സങ്കീർത്തനങ്ങൾ 145, 18, 19 വാക്യങ്ങൾ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ജീവ, നിൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ
ഒരുപാട് കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാം നീ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു സമയത്ത് ഈശോയുടെ വിലയേറിയ സ്നേഹവും കരുതലും എങ്ങനെയാണ് നിൻ്റെ കൂടെ ഉണ്ടായത്? ഷിനോ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഭയങ്കരമായ കഷ്ടതയിലൂടെയും, വൈഫിൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയിരുന്നു. അത് ഒത്തിരി കോംപ്ലിക്കേഷനും ഭയങ്കര ബുദ്ധിമുട്ടും ഏറിയ എനിക്കൊരു സമയമായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസം ആയപ്പോൾ, പ്രഗ്നൻസി 7 മാസം ആയപ്പോൾ വൈഫിന് കോംപ്ലിക്കേഷനായി. BP ഷൂട്ടപ്പായി, പിന്നെ പ്രോട്ടീനൂറിയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോണതിൻ്റെ അന്ന്, ഞാൻ പോകുന്ന ഫ്ലൈറ്റ് കയറി അന്ന് രാത്രി പെട്ടെന്ന് വൈഫിന് ബുദ്ധിമുട്ടായി. BP പെട്ടെന്ന് കൂടിയപ്പോൾ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലാസൻ്റയിലൊക്കെ ഭയങ്കര ക്ലോട്ടുകളാണ്. അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് സിസേറിയൻ എടുക്കണം, അല്ലെങ്കിൽ കൊച്ചിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി പ്ലാസൻ്റയിൽ ക്ലോട്ടുകളാണ്, കൊച്ചിന് അത്ര അനക്കമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഒരു ഇതാണ്, ഇപ്പോൾ ശരിക്കും സർക്കുലേഷൻ കിട്ടുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ന്യൂട്രീഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞാനാണെങ്കിലും ഇവിടെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിലും തിരിച്ചു പോകാനും പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന്. അങ്ങനെ ഭയങ്കര ഒത്തിരി ടെൻഷനായിരുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ, അങ്ങനെ ഇനി വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമോ, അങ്ങനെയുള്ള BP ഷൂട്ടപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ടെൻഷനും, എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇപ്പോൾ വൈഫാണെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷനാണ് അവൾക്കും. ഇപ്പോൾ ഒന്ന് അടുത്ത് നിൽക്കാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ആയപ്പോൾ ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ജീവൻ്റെ മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ഒരു സമയമായിരുന്നു അല്ലേ? ഒത്തിരി ഞാൻ ടെൻഷൻ അനുഭവിച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അത് ടെൻഷൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ ഒത്തിരി നഴ്സുമാരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഷെയർ ചെയ്തു, ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെന്നെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി അത് എന്നെ ശക്തിപ്പെടുത്തി. അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയങ്കര ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സിസേറിയൻ എടുത്ത് കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഡെലിവറി ആയി. ഞാൻ ഇവിടെ ലീവിന്, പെട്ടെന്ന് എമർജൻസി ലീവിന് പറഞ്ഞ അപ്പോൾ തന്നെ എനിക്ക് ഫ്ലൈറ്റ് അപ്പോൾ തന്നെ ശരിയായി. ഞാൻ അപ്പോൾ തന്നെ നാട്ടിലേക്ക് കയറി. അങ്ങനെ കൊച്ചിന് വെയിറ്റ് തീരെ കുറവായിരുന്നു. 1 കിലോ 100 ഗ്രാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ വെയിറ്റ്. ഇപ്പോൾ NICUലായിരുന്നു. പിന്നെ ഒരു 2 ആഴ്ചത്തോളം കൊച്ചി NICUലായിരുന്നു. അവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടി. വേറെ അവർ ആദ്യമേ പറഞ്ഞു ചിലപ്പോൾ കൊച്ചിനെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും, ഇത്രയും വെയിറ്റ് കുറവാണ് എന്നൊക്കെ, ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും ഇൻറ്റുബേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെൻറ്റിലേറ്ററിൽ ഇടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. കുഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. എനിക്ക് 2 ആഴ്ചത്തെ എമർജൻസി ലീവ് കിട്ടി. അപ്പം ഞാൻ തിരിച്ച് കയറുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഇവരെ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വൈഫിന് പ്രസവത്തിന് സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. BP ഒക്കെ ഷൂട്ടപ്പായി, അങ്ങനെ പ്ലാസൻ്റയിൽ ക്ലോട്ടുകളൊക്കെ വന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പ്രസവത്തിന് ശേഷവും കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നു, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി ലഭിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവൾക്കിപ്പോൾ ദൈവകരുണയാൽ ഒരു മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല. അവളിപ്പോൾ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഞാൻ കർത്താവ് അവളെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജീവൻ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ ഈശോ നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ വലുതാണ്. ഇനിയും ഈശോയുടെ വലിയ കരുതലും സ്നേഹവും ജീവൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ജീവൻ്റെ ഈ ജോലി മേഖലയിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്നത്? ശരി, ഞാൻ എമർജൻസിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കേസുകൾ, ആക്സിഡൻറ്റ് കേസുകളും അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഒത്തിരി കേസുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സമയത്ത് പേഷ്യൻസ് ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒത്തിരി സങ്കടത്തും പാനിക് സിറ്റുവേഷനിലായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഫോർമേഷൻസ്, ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് അവർക്ക് കെയർ കൊടുക്കുന്നതിൽ അവരെ കുറച്ചുകൂടി സ്നേഹത്തോടെ കരുതാനുള്ള കൃപയൊക്കെ എനിക്ക് ഈ ഫോർമേഷൻ, ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഫോർമേഷനും ഒക്കെ എനിക്ക് ഒത്തിരി ലഭിച്ചിട്ടുണ്ട്.
ജീവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ നഴ്സിംഗ് എന്ന ഈ പ്രൊഫഷനെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് തന്നെ മാറി. കാരണം നാം പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ഒരു സ്നേഹം, ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ഒരു കൃപ നമ്മളിൽ നാം ശുശ്രൂഷിക്കുന്ന രോഗികൾ കൂടി പകർന്നു കൊടുത്തുകൊണ്ട് അവരെ നോക്കുവാനുള്ള ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട്. വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു എന്ന്. ശരിക്കും നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളായിട്ടുള്ള ആളുകളെ അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു കൃപ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഷിനുവിനെ ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന അറേഞ്ച് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ്. ഇവനെ ശരിയാണ്. കാരണം ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കടന്നുപോയ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ ചൊരിഞ്ഞത്. അതിനപ്പുറം വശം നോക്കുകയാണെങ്കിൽ അതുപോലെ സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയതും ഈ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് ഞാൻ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചപ്പോഴാണ്. കാരണം ഈ മധ്യസ്ഥ പ്രാർത്ഥന ചേർന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ബോധ്യങ്ങൾ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്, ആ ആവശ്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കാതെ തന്നെ ഈശോ നമുക്ക് നടത്തിത്തരും. ഞാൻ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞാൻ അറിയാവുന്ന വിസിറ്റിലൊക്കെയുള്ള ഒത്തിരി ആൾക്കാരെ വിസിറ്റിൽ വരുന്ന അറിയാവുന്ന ഒരു കൂട്ടായ്മയിൽ വരുന്നവരെയൊക്കെ വണ്ടിയിൽ കൊണ്ടുപോയി CV കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു ഈശോയുടെ കൂടെ, ഈശോ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. കാരണം ജോലിയില്ലാത്ത ആ ഒരു സാഹചര്യങ്ങളിലൂടെ എൻ്റെ ജീവിത പങ്കാളിയും കടന്നു പോയിട്ടുണ്ട്. അവൾ നേഴ്സ് തന്നെയാണ്. ഒരുപാട് ഗ്യാപ്പൊക്കെയുള്ള ഒരു സമയമുണ്ടായിരുന്നു ജോലി കയറാതെ. പക്ഷേ ആ സമയത്തൊക്കെ ഈശോ അവളെയും അവളുടെ ജോലി മേഖലയെയും ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ജീവിത പങ്കാളി, ഞങ്ങൾ ആദ്യമായിട്ട് ദുബായിൽ വന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ടൊരു ചെറിയ ഗ്യാപ്പ് വന്നു. അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയുള്ളൂ. അപ്പം മാനസികമായിട്ടാണെങ്കിലും ഞങ്ങൾ വളരെയധികം തളർന്നു പോയ ഒരു സമയങ്ങളായിരുന്നു. എങ്കിലും എനിക്കറിയാമായിരുന്നു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത്. അതിലുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ തളരാതെ ഞങ്ങളത് മാനസികമായിട്ടും പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി, ആരോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അതിനായിട്ട് ആദ്യം അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഈശോ ശരിക്കും ഞങ്ങൾക്കതൊരു ഷോക്കിങ്, അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചു. അവൾ കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ആ സമയം വന്നത്. കാരണം എന്താണ് ഡോക്ടർ പറഞ്ഞത്, സംഭവിക്കില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഈശോ എനിക്ക് അന്ന് ഞങ്ങൾക്ക് നടത്തി തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി, മോളുണ്ടായി. മോൾക്ക് ഏകദേശം ഒരു വയസ്സ് 1.5 വയസ്സാകുന്ന സമയത്താണ് അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നത്. അവൾ നേഴ്സ് തന്നെയാണ്. അപ്പം നമുക്കറിയാം, നേഴ്സുമാരൊരു പരിധിയിൽ കൂടുതൽ അവർ ജോലി ചെയ്യാതിരുന്നാൽ അവർക്ക് പിന്നെ മുമ്പോട്ട് ജോലി ചെയ്യാനുള്ള ഒരു വഴികൾ തന്നെ അടയുന്ന അവസ്ഥയാണ്. അപ്പം മോനുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവളുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എനിക്കിനി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു, എനിക്ക് വീണ്ടും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ദുബായ് നേഴ്സസ് മിനിസ്റ്റർ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് സൂമിൽ കൊന്ത ചെല്ലുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ പേര് കേട്ടിട്ടില്ല കേൾക്കാത്തതും നമ്മുടെ അനുദിനം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളെയൊക്കെ ഓർത്തിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ശരിക്കും ഈശോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമയം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈശോയ്ക്കറിയാം, ഈശോ ജീവിച്ചതൊന്നും ഈശോയ്ക്ക് വേണ്ടിയല്ല. ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ സൗഖ്യം കൊടുത്തതും ഈശോ വചനം പ്രഘോഷിച്ചതും എല്ലാം ഈശോയുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ചുറ്റുമുള്ളവർക്ക് വേണ്ടിയുമാണ്. അതുതന്നെയാണ് ഈ കൂട്ടായ്മയിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കടന്നുപോയപ്പോൾ എനിക്കുണ്ടായത്. ഇവനെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മോളുണ്ടായതിന് ശേഷം ഏകദേശം 1 വർഷം ആ ഒരു സമയത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം തന്നത്, മോനെ തന്നത്. ശരിക്കും ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വൈഫിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇപ്പം തന്നെ ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പായി. അപ്പം ഈശോ ആ സമയത്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവൾ മോനുണ്ടായി 3 മാസത്തിന് ശേഷം ദുബായിൽ വീണ്ടും വിസിറ്റിന് വന്ന് നിൽക്കുന്ന സമയത്ത് അവൾക്ക് ടെമ്പററി ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്നൊരു ജോബ് ലഭിച്ചു. അതിലവൾ ഏകദേശം ഒരു 6 മാസത്തോളം വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തത് അതിനുശേഷം അവിടുത്തെ കോൺട്രാക്റ്റ് തീർന്ന്
പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സമയം. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നഴ്സിംഗ് പഠിച്ചു, അതെല്ലാം വെറുതെ ആയി ഒരു വേദനയിലാണ് എൻ്റെ ജീവിത പങ്കാളി കടന്നു പോയത്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്കറിയാമായിരുന്നു ഞാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. കാരണം ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി ചെയിൻ പ്രെയർ കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ, അതെല്ലാം കർത്താവ് എൻ്റെ ആവശ്യമാക്കി എനിക്ക് നടത്തി തരുമെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. വൈഫ് ഇപ്പം വീട്ടിലായി, കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ദിവസം ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം, അവർ നേരിട്ടൊന്നും പോയാൽ CV ഒന്നും വാങ്ങത്തില്ല, എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അവരങ്ങോട്ടും CV ഒന്നും കൊടുക്കാനായിട്ടങ്ങ് ആലോചന ചെയ്യത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്കതെല്ലാം അറിയാം, എങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു നോക്കുന്നുള്ളൊരു ഈശോ പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പോയി CV കൊടുത്തു, അവർ വാങ്ങി. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യാം, നിങ്ങൾ ഒരു ദിവസം വരണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഞങ്ങൾക്ക് ശരിക്കും അത് ഷോക്കായിപ്പോയി. കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇത്. ഇവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം. അപ്പം ഞങ്ങളതിനെല്ലാം തയ്യാറെടുത്ത് ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ പാസ്സായി, ഇൻ്റർവ്യൂ കിട്ടി. അതിനുശേഷം ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ജീവിത പങ്കാളിക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. ശരിക്കും ഈശോയെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസവും ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായി. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും ഈശോ ഇന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം സമയം കണ്ടെത്തുമ്പോൾ, നാം അറിയാത്ത, നാം കേട്ടിട്ട് പോലുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നിരവധിയായി ഇരട്ടി അഭിഷേകമായിട്ട് ഈശോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു തരുമെന്ന് ഉറച്ച വിശ്വാസമാണ് എൻ്റെ ഈ ജീവിത സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു സാഹചര്യങ്ങളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയപ്പോൾ ജോബ് 42:10 അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലും ഈശോ നിറവേറ്റി തരികയായിരുന്നു. ആ വചനം ഇപ്രകാരമാണ്: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം അവിടുന്ന് തിരികെ കൊടുത്തു, അത് ഇരട്ടിയാക്കി തിരികെ കൊടുത്തു. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെയും നന്മകളെയും സംരക്ഷണത്തെയും ഓർത്ത് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോയാലും അവിടെയെല്ലാം നമുക്ക് താങ്ങായി തണലായി നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്കുറച്ച് വിശ്വസിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.